ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വൈജ മുത്തശ്ശിയോട് ചെന്ന് പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞിട്ടാണ് അലീന ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോയത്, അമ്മയ്ക്കൊന്നും തടയായിരുന്നില്ല, നാട്ടുകാർ കണ്ടാൽ എന്താ പറയുക പറയുന്നുണ്ട്. എന്തായാലും അലീനെ വല്ലാതെ മോശമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എത്രമാത്രം നന്നായിരുന്നു ആ വൈജയെ, നീ ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയ്ക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്, പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവൾക്ക് അക്കൗണ്ട് തുടങ്ങി കൊടുത്തത്, അവളുടെ ആശുപത്രി ചിലവൊക്കെ നമ്മൾ പിടിക്കേണ്ട, 1,57,000 റുപ്യ എനിക്ക് അവളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കണം, പിന്നെ എന്താണ് അവൾക്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാമെന്നൊക്കെ ചോദിക്കേണ്ടത്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ 1,57,000 റുപ്യ ഒരു കോമ്പൻസേഷനായിട്ട് വിചാരിച്ചോ എന്ന് പറയുന്നുണ്ട്. എന്ത് കോമ്പൻസേഷൻ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനൊരു കട ഉണ്ടെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനോട് വൈജ ദേഷ്യപ്പെടുന്നത്, എന്ത് പ്രാന്തിനാടി നീ എടുത്ത് വയറ്റിൽ കത്തി കുത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്കല്ല പ്രാന്ത്, മാഡത്തിൻ്റെ മകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ രോഹിത്തിനെ കുറിച്ച് അവിടെ പറയുന്നത് കേട്ടുള്ളൂ, എന്താ മോളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അലീന അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഞാൻ എൻ്റെ വയറ്റ് കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ ഞെട്ടിട്ടുണ്ട്, മുത്തശ്ശിക്ക് അങ്ങ് വല്ലാത്ത സങ്കടമുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജ അലീനോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന വൈജയോട് പറയുന്നുണ്ട്, ഏത് സമയത്ത് മാഡം എന്നെ കുറ്റപ്പെടുത്താതെ മാഡം ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും, കഴിഞ്ഞ കാലത്ത് മാഡം എത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ മാഡത്തിന് വല്ലാത്ത സങ്കടമുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷം നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.